വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില അവതാരങ്ങൾ അടുത്തുകൂടി അകത്ത് കടന്നതാണോ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകലാൻ കാരണമെന്ന് ആശങ്കയില്ലാതെ ചോദിക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂരിൽ നടന്ന EMS സ്മൃതി ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ പഴയ അവതാര പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെതിരായ ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. ഇത്തരം അവതാരങ്ങൾ അകത്ത് കടന്നത് സത്യമാണെങ്കിൽ അത്തരക്കാരെ അകറ്റണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. താൽക്കാലികമായിട്ട് വന്നു പോകുന്ന ചില ആൾക്കാരുണ്ടാകും. ലാഭം തേടി വരുന്നവർ, അപ്പോൾ നേട്ടം തേടി വരുന്നവർ, പദവികൾ സ്ഥാനമാനങ്ങൾക്കെല്ലാം വേണ്ടി വരുന്നവർ, അവരെല്ലാ ബന്ധുക്കൾ, അവരെപ്പറ്റി പിണറായി വിജയൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ചില അവതാരങ്ങൾ അവരെവിടെ അത്തരക്കാരുണ്ടായിരുന്നു. നമ്മളെ തേടി വരുമെന്നും നാം സൂക്ഷിക്കണമെന്നും നാം അകറ്റി നിർത്തണമെന്നും പിണറായി വിജയൻ പറഞ്ഞ ആ അവതാരങ്ങൾ പിന്നെ അടുത്തേക്ക് വന്നോ, അകത്ത് കയറിയോ, നമ്മളെ സ്വാധീനിച്ചോ, നമ്മുടെ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അവർ നിമിത്തമായോ? ആ ചോദ്യം ചോദിക്കാൻ ഭയപ്പെടാൻ പാടില്ല. ഭയപ്പാട് കൂടാതെ ചോദിക്കണം. ആ ചോദ്യം ഉണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ അത്തരം അവതാരങ്ങളെ നാം തീർച്ചയായിട്ടും അകറ്റിയേ മതിയാകൂ, അകറ്റിയേ തീരൂ. അതാണ് പാഠം. ആ പാഠം, അത്തരം തിരുത്തൽ, അതിലൂടെയാണ് ഇടതുപക്ഷം അതിൻ്റെ ബന്ധുക്കളിലേക്കുള്ള അതിൻ്റെ പാലം ഇനിയും കെട്ടിപ്പടുക്കേണ്ടത്. ഇളകില്ല എന്ന് കരുതിയ കോട്ടകൾ ഇളകിയത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. EMSന്റെയും അച്യുതമേനോന്റെയും പാർട്ടികൾ രണ്ടായി പോകാൻ ഇനി കഴിയില്ല. പരസ്പരം പടവെട്ടിയപ്പോൾ വലതുപക്ഷം പലതും കൈയടക്കി. അച്യുതന്റെ പേര് കേട്ടാൽ EMS പ്രതികൾ കൈയടിക്കാമോ? ആ ചോദ്യം ഇനി വേണ്ട. EMSന്റെ പേര് കേട്ടാൽ CPIക്കാർക്ക് കൈയടിക്കാമോ? ആ ചോദ്യവും വേണ്ട. EMSന്റെയും അച്യുതന്റെയും പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടി രണ്ടായി. അതിന്റെ പ്ലസും മൈനസും ഞാൻ ഇപ്പോൾ കണക്കെടുക്കുന്നില്ല. പക്ഷെ നാം ഇപ്പോൾ രണ്ടാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, രണ്ടായിട്ട് ഏറെക്കാലം നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ്. നാം പലപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റെടുത്ത പലതും, ഏറ്റുമുട്ടിയ പലതും വാസ്തവത്തിൽ അത്ര പ്രധാനമായിരുന്നില്ല. ഇടയിൽ കൂടി ശത്രുവർഗം ശക്തി പ്രാപിച്ചതും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയതും നാം വേണ്ടത്ര അറിയാതെ പോയിട്ടുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. വർഗബന്ധുക്കൾക്ക് വിമർശനമുള്ളത് കൊണ്ടാണ് ഇത്ര വലിയ തോൽവി ഉണ്ടായത്. വികസനം മാത്രം തലയ്ക്ക് പിടിച്ചപ്പോൾ പ്രകൃതിയെ മറന്നു. തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനമെന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ നിരത്തി അവ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന ചർച്ച CPMലും CPIയിലും നടക്കുന്ന വേളയിലാണ് ബിനോയ് വിശ്വത്തിന്റെ ഇത്തരമൊരു പരസ്യ പ്രസ്താവന എന്നത് വീണ്ടും വെള്ളാപ്പള്ളി വിഷയം പാർട്ടികൾക്കിടയിൽ സജീവ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. TCV തൃശൂർ.